കേരളത്തിന്റെ തനതായ ഗ്രാമീണ സംസ്കൃതിയുടെയും കാർഷിക പാരമ്പര്യത്തിന്റെയും നേർക്കാഴ്ചയായ കോട്ടയത്തെ പാക്കിൽ സംക്രമ വാണിഭത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മിഥുനമാസത്തിലെ മഴവിൽ കാഴ്ചകളിൽ നിന്നും കർക്കിടകത്തിന്റെ കറുത്ത വാവിലേക്ക് കടക്കുന്ന ആ സംക്രമസന്ധിയിൽ പഴമയുടെയും പാരമ്പര്യത്തിന്റെയും വലിയൊരു ലോകം തന്നെ ഇവിടെ ഒരുങ്ങുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ വാണിഭം ഇന്നും എങ്ങനെ അതിന്റെ പ്രതാപത്തോടെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കോട്ടയം നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാക്കിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ വാണിഭം നടക്കുന്നത്. ഇതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 8 ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് പാക്കിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ബാക്കി വന്ന പൂജാസാധനങ്ങളും മറ്റും വിൽക്കാൻ വെച്ചതിൽ നിന്നാണ് ഈ വാണിഭം അഥവാ ചന്തയുടെ തുടക്കം എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ സ്മരണാർത്ഥം ഇന്നും എല്ലാ വർഷവും കർക്കിടക സംക്രമത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നു. ഈ വാണിഭത്തിലെ ഏറ്റവും വലിയ ആകർഷണം കൈകൊണ്ട് നിർമ്മിച്ച മുള ഉൽപ്പന്നങ്ങളാണ്. ഈറയും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച കുട്ടകൾ, മുറങ്ങൾ, പായകൾ, തടുക്കുകൾ, വട്ടികൾ എന്നിവ വിൽക്കുന്ന വലിയൊരു നിര തന്നെ ഇവിടെ കാണാം. ഗ്രാമീണ കരകൗശല വിദഗ്ധർ മാസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുന്ന ഈ കാലത്തും പാക്കിൽ വാണിഭത്തിൽ മുറത്തിനും കുംകുട്ടയ്ക്കും വേണ്ടിയുള്ള തിരക്ക് കാണുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തോടുള്ള സ്നേഹം ഇന്നും കെട്ടടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. പണ്ടുകാലത്ത് കർക്കിടകത്തിലെ കഠിനമായ മഴയെയും ദാരിദ്ര്യത്തെയും നേരിടാൻ ആവശ്യമായ വീട്ടുപകരണങ്ങളും കാർഷിക ആയുധങ്ങളും വാങ്ങി സൂക്ഷിക്കുന്ന ഇടമായിരുന്നു പാക്കിൽ ചന്ത. മൺപാത്രങ്ങൾ, കത്തികൾ, തൂമ്പകൾ, ചിരവകൾ തുടങ്ങി നിത്യജീവിതത്തിനാവശ്യമായ സകല സാധനങ്ങളും ഇവിടെ ലഭിക്കും. മുതിർന്നവർ പറയുന്നത് കേൾക്കാം. പണ്ടുകാലത്ത് പണം നൽകുന്നതിനു പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സമ്പ്രദായം പോലും ഇവിടെ നിലനിന്നിരുന്നു എന്ന്. അത്രത്തോളം ആഴമുള്ളതാണ് പാക്കിൽ വാണിഭത്തിന്റെ ചരിത്രം. ആധുനിക മാളുകളും ഓൺലൈൻ ഷോപ്പിംഗും നമ്മുടെ ജീവിതം കീഴടക്കുമ്പോഴും പാക്കിൽ സംക്രമ വാണിഭം പോലുള്ള ഉത്സവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത് വലിയൊരു സാംസ്കാരിക പാഠമാണ്. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് നമ്മുടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഘോഷമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കോട്ടയം വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാമീണ വിപണിയുടെ ഭാഗമാകാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.